അപ്പോൾ മക്കളെ, ഇന്ന് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് ഫിസിക്സിനകത്ത്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞായിരുന്നു +1 ഫിസിക്സിനകത്ത് നമുക്ക് 2 ടെക്സ്റ്റാണ് ഉള്ളത് അല്ലേ? NCERT 1, NCERT 2. അതിലെ 8 ചാപ്റ്റേഴ്സും അതിൻ്റെ പേര് നിങ്ങൾക്കറിയാം, ശരിയാണല്ലോ? അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കിന്ന് ചാപ്റ്റർ 1 ആണ് പഠിക്കേണ്ടത്. നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഫിസിക്കൽ വേൾഡ് ആണ്, ശരിയല്ലേ? ഫിസിക്കൽ വേൾഡ്. അപ്പോൾ ഫിസിക്കൽ വേൾഡിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഒരു വലിയ ചാപ്റ്റർ ഒന്നുമല്ല. ഇതും അങ്ങ് അറ്റം പോയി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ്സ് വീഡിയോ ആയിരിക്കും. ഈ ഒരു 15 മിനിറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്കൽ വേൾഡ് കൃത്യമായിട്ട് മനസ്സിലാവും. വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റർ ആണെങ്കിൽ നമ്മളിത് പഠിച്ചിട്ട് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഫിസിക്കൽ വേൾഡിനകത്ത് ശരിക്കും പറയുന്നത്, നിങ്ങൾ കുഞ്ഞിലെ തൊട്ട് കേൾക്കുന്നത്, നമ്മൾ സയൻസ് പഠിക്കുമല്ലോ കുഞ്ഞിലെ തൊട്ട്. സയൻസ് എന്തിനാണ് പഠിക്കുന്നത്, ഫിസിക്സ് എന്തിനാണ് പഠിക്കുന്നത്, കെമിസ്ട്രി എന്തിനാണ് പഠിക്കുന്നത്, ബയോളജി എന്തിനാണ് പഠിക്കുന്നത് എന്നുള്ള ചോദ്യം വരാറുണ്ട്. ഇവിടെയും വരുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഫിസിക്സ്, എന്തിന് ഫിസിക്സ് പഠിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഫിസിക്സ് പഠിക്കുന്നത് നേച്ചർ, അതുപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഫിനോമിനൻസ് പഠിക്കാനായിട്ടാണ്. എന്തൊക്കെയാണ്? നേച്ചറും നടക്കുന്ന പലതരം ഫിനോമിനാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫിസിക്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ പണ്ട് കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിക്കുന്ന വൈ ഡു സ്റ്റാർസ് ട്വിങ്കിൾ അല്ലേ? വൈ ദ കളർ ഓഫ് സ്കൈ ഇസ് ബ്ലൂ, നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നത് ഫിസിക്സിലാണ്, ശരിയല്ലേ? എന്തൊരു ഫിനോമിനയെ നിങ്ങൾ കാണുന്നത് എന്ത് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? നമ്മുടെ ഫിസിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ്, അത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ശരിയല്ലേ പറഞ്ഞത്? അപ്പോൾ നമ്മുടെ ഫിസിക്സ് തന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ് നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. അതായത് ഫിസിക്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത് മെയിൻലി ഇൻറ്റു 2 ആണ്. നമുക്ക് ഫിസിക്സിൽ 2 ബ്രാഞ്ചാണുള്ളത്. അപ്പോൾ മക്കളെ, 2 ബ്രാഞ്ച് ഉണ്ട്. ഒന്നാണ് ക്ലാസിക്കൽ ഫിസിക്സ്. ഏതാണ്? ക്ലാസിക്കൽ ഫിസിക്സ്. മറ്റേതാണ് ക്വാണ്ടം ഫിസിക്സ്. അപ്പോൾ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഡീൽ ചെയ്യുന്നത്. മാക്രോ മീൻസ് ലാർജ്. അപ്പം മാക്രോസ്കോപ്പിക് അല്ലെ ലാർജ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനോമിനാസ്, അതെല്ലാം നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സിനകത്താണ് പഠിക്കുന്നത്. അപ്പോൾ ക്ലാസിക്കൽ ഫിസിക്സിനകത്ത് വരുന്ന ചാപ്റ്റേഴ്സ് ആണ് എല്ലാം തന്നെ നിങ്ങൾ അവിടെ പഠിക്കുന്നത് +1 പഠിക്കുന്നത്. മെജോറിറ്റി ഓഫ് ദ ചാപ്റ്റേഴ്സ്, ഏകദേശം ഒരു 90-95% ഓഫ് ദ ചാപ്റ്റേഴ്സ് ആർ റിലേറ്റഡ് വിത്ത് ക്ലാസിക്കൽ ഫിസിക്സ്. ക്വാണ്ടം ഫിസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫിനോമിന എല്ലാം നമ്മൾ പഠിക്കുന്നത് ക്വാണ്ടം ഫിസിക്സിനകത്താണ്. മൈക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ആറ്റം അല്ലെ, ന്യൂക്ലിയസ് അല്ലെ, മോളിക്യൂൾ, ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനോമിനാസ് എല്ലാം നിങ്ങൾ പഠിക്കുന്നത് എവിടെയായിരിക്കും? നിങ്ങൾ പഠിക്കുന്നത് ക്വാണ്ടം ഫിസിക്സിനകത്തായിരിക്കും. നിങ്ങൾ ക്ലാസിക്കൽ ഫിസിക്സിനകത്ത് എന്തൊക്കെയായിരിക്കും പഠിക്കാൻ പോകുന്നത്? മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫിനോമിന എല്ലാം പഠിക്കുന്നത് എവിടെയാണ്? ക്ലാസിക്കൽ ഫിസിക്സിനകത്താണ്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മോഷനെ കുറിച്ചുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ 2 ഉണ്ടെന്ന് പറയുന്നത്. ചാപ്റ്റർ നമ്പർ 2, ചാപ്റ്റർ നമ്പർ 3 ആൻഡ് ചാപ്റ്റർ നമ്പർ 4. മോഷൻ എ സ്ട്രേറ്റ് ലൈൻ, മോഷൻ എ പ്ലെയിൻ, ശരിയല്ലേ? അത് കഴിഞ്ഞ് പഠിക്കുന്ന ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ പഠിക്കും. ഏതാ? മോഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള ലോസ്. അത് ആര് പറഞ്ഞു വെച്ചേക്കുന്നതാ? ന്യൂട്ടൺ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, ലോസ് ഓഫ് മോഷൻ പഠിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ ഏതാ? ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മളവിടെ പഠിക്കും. നമ്മുടെ 11th ക്ലാസ്സിൽ പഠിക്കും. അപ്പം ലോസ് ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷൻ, വർക്ക് എനർജി പവർ, റൊട്ടേഷൻ മോഷൻ, പിന്നെ അങ്ങോട്ടും വേവ്സ്, ഓസിലേഷൻ, അവിടെയൊക്കെയാണ് നമ്മൾ 11th അവസാനിക്കുന്നത്. നമ്മുടെ 11th ഈ ഒരു അക്കാഡമിക് ഇയർ അവസാനിക്കാൻ പോകുന്നത് വേവ്സ് ആൻഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. വേവ്സ്, ഓസിലേഷൻ, ഈ ചാപ്റ്ററിലായിരിക്കും നമ്മൾ വന്ന് അവസാനിക്കുന്നത്. അപ്പം 11th പഠിക്കാനുള്ള സകലമാനം ചാപ്റ്റേഴ്സ് എവിടെയുള്ളതാണ്? ക്ലാസിക്കൽ ഫിസിക്സിനകത്ത്. ഇത് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന കാര്യം കൂടിയാണ്. ക്വാണ്ടം ഫിസിക്സ് ഒക്കെ റീസെൻ്റ് ആയിട്ട് വന്ന സാധനമാണ്. അതായത് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഫിനോമിനാസ്, ആറ്റത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനോമിന, ന്യൂക്ലിയസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനോമിന, മോളിക്യൂളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനോമിന. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ? 2 ബ്രാഞ്ചാണ് നമ്മുടെ ഫിസിക്സിലുള്ളത്. ഒന്ന് ക്ലാസിക്കൽ ഫിസിക്സ് ആൻഡ് ദെൻ ക്വാണ്ടം ഫിസിക്സ്. ബട്ട് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ക്ലാസിക്കൽ ഫിസിക്സ് ഇൻ ദിസ് അക്കാഡമിക് ഇയർ. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള കാര്യം, ആകെ 2 കാര്യങ്ങൾ മാത്രമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്റർ അല്ല. 2 ടോപ്പിക്സ് മാത്രമാണ് എക്സാമിന് പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ടോപ്പിക് നിങ്ങൾക്ക് ഇതിനകത്ത് പഠിച്ചു വെക്കേണ്ടത് ഫോഴ്സസ്. അതായത് നിങ്ങൾക്കറിയായിരിക്കും ഫിസിക്സിൽ ഏതൊരു കാര്യത്തിനോട് റിലേറ്റഡ് ആയിട്ട് യൂണിവേഴ്സിൽ ഒരു ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, 2 ഒബ്ജക്ട്സ് എടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിൽ അവരുടെ ഇടയ്ക്ക് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്.
രണ്ട് ചാർജ്ഡ് പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ന്യൂക്ലിയസിനകത്തോട്ട് കയറി പോയി കഴിഞ്ഞാൽ ന്യൂക്ലിയസിനകത്തും ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ ഈ യൂണിവേഴ്സിൽ എവിടെ ചെന്നാലും ഫോഴ്സ് ഉണ്ട്. ഫോഴ്സ് ഉണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യത്തുള്ളൂ. ഒരു റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിനെ നിങ്ങൾക്ക് മൂവ് ചെയ്യിപ്പിക്കണമെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ബേസിക്കലി ഫോഴ്സ് ഈസ് ബിഹൈൻഡ് എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ഇൻ യൂണിവേഴ്സ്. നിങ്ങൾ ഫോഴ്സ് എന്തുവാണെന്ന് മക്കളെ പഠിച്ചത് പണ്ട് 9ാം ക്ലാസ് ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കി. എന്തുവായിരുന്നു ഫോഴ്സ്? സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്ത് എ പുഷ് ഓർ എ പുൾ, അല്ലേ? വിച്ച് ക്യാൻ ചേഞ്ച് ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ഓർ ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്ട്. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത്. എ പുഷ് ഓർ എ പുൾ, ഇങ്ങനെയായിരിക്കും നിങ്ങൾ പറഞ്ഞത്. ഇതല്ലായിരുന്നു ഫോഴ്സ്. അപ്പോൾ എ പുഷ് ഓർ എ പുൾ വിച്ച് ക്യാൻ ചേഞ്ച് വെലോസിറ്റി ഓർ ഷേപ്പ് ഓഫ് ആൻ ഒബ്ജക്ട് ഓർ ബോഡി. ഒരു ബോഡിയുടെയോ ഒബ്ജക്റ്റിൻ്റെയോ ഷേപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യാൻ കഴിവുള്ള ഒന്നിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സസ് 2 തരമുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. 2 തരമാണ് ഫോഴ്സസ് ഉള്ളത് നമ്മുടെ നേച്ചറിൽ. ഒന്നാണ് ഫണ്ടമെന്റൽ ഫോഴ്സസ്. എന്താണ് ഫണ്ടമെന്റൽ ഫോഴ്സസ്? ഫണ്ടമെന്റൽ ഫോഴ്സസ് ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഉള്ളതൊന്നാണ് ഡിറൈവ്ഡ് ഫോഴ്സസ്. ഏതാണ്? ഡിറൈവ്ഡ് ഫോഴ്സസ്. ഫണ്ടമെന്റൽ ഫോഴ്സസ് മക്കളെ 4 എണ്ണം നമ്മുടെ യൂണിവേഴ്സിൽ ഫണ്ടമെന്റൽ ആയിട്ട് ഉള്ളത്, അതായത് നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. നേച്ചറിൽ നേരത്തെ തൊട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന 4 കൈൻഡ് ഓഫ് ഫോഴ്സസ്, അതെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫണ്ടമെന്റൽ ഫോഴ്സസ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. 2 വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. 3 ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഏതാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. 4 സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ മക്കളെ 4 ഫണ്ടമെന്റൽ ഫോഴ്സസ് നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണെന്ന് പറഞ്ഞേ? ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, വീക്ക് ആയിട്ടുള്ള ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, പിന്നെ ഈ വീക്കിൻ്റെ തന്നെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ബാക്കി നമ്മുടെ ഡിറൈവ്ഡ് ആയിട്ടുള്ള ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 ഫോഴ്സസിൽ നിന്ന് കിട്ടുന്ന ഫോഴ്സസ് ആണ് ബാക്കി എല്ലാം തന്നെ നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫിസിക്സ് പഠിക്കുന്ന ആ സമയത്ത്, അല്ലെങ്കിൽ ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നിങ്ങൾ എവിടെയൊക്കെ ഈ 4 ഫോഴ്സ് അല്ലാതെ ഏതൊരു ഫോഴ്സ് കേട്ടാലും നിങ്ങൾ ഓർത്തോണം അതെല്ലാം എന്ത് ചെയ്തതാണ്? നമ്മൾ ഡിറൈവ് ചെയ്തതാ. എവിടുന്ന്? ഫണ്ടമെന്റൽ ഫോഴ്സസിൽ നിന്ന്. ഈ 4 ഫോഴ്സസിൽ നിന്ന് ഡിറൈവ് ചെയ്ത് കിട്ടുന്ന ഫോഴ്സസ് ബാക്കി എല്ലാം തന്നെ നേച്ചറിലുള്ളത്. ക്ലിയർ അല്ലേ? നമുക്ക് ഏതൊക്കെയാണ് പഠിച്ചു വെക്കേണ്ടത്? നമുക്ക് ഈ 4 ഫോഴ്സിനെ കുറിച്ച് അറിഞ്ഞാൽ മതി. നമുക്ക് വേറെ ഫോഴ്സസിനെ കുറിച്ച് ഇപ്പോൾ പഠിക്കാനില്ല. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇവിടുന്നായിരിക്കും ചോദ്യം വരാൻ പോകുന്നത് സ്റ്റേറ്റ് കുട്ടികൾക്ക്. CBSE കുട്ടികൾക്ക് അങ്ങനെ ഈ ഒരു ചാപ്റ്ററിന് എന്ത് വരാറില്ല? ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറില്ല. അപ്പോൾ നമുക്ക് ഇതും പഠിച്ചു വെക്കണം. പിന്നെ ഒരു 4 ലോസ് ഉണ്ട്, അതും പഠിച്ചു വെക്കാം. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് നോക്കിയാലോ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താ? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? ഏറ്റവും അവസാനം സ്ട്രോങ് ന്യൂക്ലിയർ. ഓക്കെ അല്ലേ? ഇതിൽ ഒരു ഫോഴ്സ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് നേരത്തെ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്നത്, അതായത് 9ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ട് വന്നതാണ്. ഏതാണത്? ഒന്നാമത്തെ ആയിരുന്നു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ശരിയല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഞാനിത് എഴുതി ഇടുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തുവാ? ആപ്പിൾ താഴോട്ട് വീഴുന്നത് അല്ലേ? ഒരാളുടെ തലയിലേക്ക് ആപ്പിൾ വീഴുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെ ഗ്രാവിറ്റി, ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ പറഞ്ഞ ന്യൂട്ടൺ അപ്പച്ചൻ കണ്ടുപിടിച്ച് നേരെ ആപ്പിൾ താഴെ വീഴുന്നു, ഗ്രാവിറ്റി ഡിസ്കവർ ചെയ്യുന്നു. അങ്ങനെയൊന്നും അല്ല ശരിക്കും കേട്ടോ. ഗ്രാവിറ്റി ഒക്കെ ഡിസ്കവർ ചെയ്ത് വേറെ ഒരുപാട് ഫിനോമിനാസിനെ റിലേറ്റ് ചെയ്തുകൊണ്ടാണ്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് പറയുന്നതാണ് ആപ്പിൾ തലയിൽ വീണു, ഗ്രാവിറ്റി കണ്ടുപിടിച്ചു എന്നത്. അപ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്തായിരുന്നു നിങ്ങൾ പഠിച്ച 9th? അത് തന്നെ ഇവിടെ നമുക്ക് പറയാനുള്ളത്. ഒരു 2-3-4 പോയിന്റ്സ് നമുക്ക് ഈ ഫോഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നമ്മൾ ഓരോ ഫോഴ്സ് പഠിക്കുമ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് അത്ര ഡെപ്തിലൊന്നും പഠിക്കാനില്ല ഈ ഫോഴ്സസ് ഒന്നും. അത് പിന്നെ നമ്മൾ പഠിച്ചോളൂ മുമ്പിലേക്ക് പോകുമ്പോൾ. ഇപ്പോൾ ജസ്റ്റ് ഒരു 2-3-4 പോയിന്റ്സ് മാത്രമേ മക്കളെ പറഞ്ഞാൽ എന്താ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? നമ്മുടെ യൂണിവേഴ്സിൽ ഏത് 2 ഒബ്ജക്റ്റ് അല്ലെ ബോഡിയുടെ ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേര് എന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ശരിയല്ലേ? ഞാൻ ഒരു ഒബ്ജക്റ്റ് കയ്യിലെടുക്കുന്നു, മണ്ടക്കോട്ട് എറിയുന്നു, അത് ഉറപ്പായിട്ടും താഴെ വരും. കാരണം നമ്മുടെ എർത്തിൽ ഒരു ആകർഷണ ബലമുണ്ട്. അതിനെ എന്ത് വിളിക്കുന്നത്? ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അത് അട്രാക്ട് ചെയ്തെടുക്കും ബോഡി. ശരിയല്ലേ? അല്ലാതെ നിങ്ങളൊരു പേന അങ്ങോട്ട് എറിയുമ്പോഴത്തേക്ക് നേരെ പോകണം, എസ്കേപ്പ് ചെയ്ത് സ്പേസിലോട്ട് അങ്ങ് പോകണം, അല്ലല്ലോ. അത് തിരിച്ചെർത്തി തന്നെ വരും. വൈ? ബിക്കോസ് ഓഫ്
ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ബിക്കോസ് ഗ്രാവിറ്റി എക്സിസ്റ്റ് ഇൻ ദ എർത്ത്. അതുകൊണ്ടാണ്, ശരിയല്ലേ? അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ദിസ് ഫോഴ്സ് എക്സിസ്റ്റ് ബിറ്റ്വീൻ എനി ടു ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ്. അല്ലേ? യൂണിവേഴ്സിൽ ഏത് രണ്ട് ബോഡിയുടെയും ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ഫോഴ്സ് ആണ് ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പക്ഷേ ഇത് വളരെ വീക്ക് ആയിട്ടുള്ളൊരു ഫോഴ്സാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ അടുത്തൊരാളിരിക്കുന്നു, ആ ആൾ നിങ്ങളുടെ ഇടയ്ക്ക് എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. പക്ഷെ അത് വളരെ വീക്കല്ലേ? നിങ്ങൾ ഒട്ടിപ്പിടിക്കുമെന്ന ആളോട് അല്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന പോലെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വൺ ഓഫ് ദ വീക്കസ്റ്റ് ഫോഴ്സ് ആണ് പറയുന്നത്. വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. നമ്മൾ 4 ഫോഴ്സസ് ഫണ്ടമെന്റൽ ആയിട്ട് പഠിക്കുന്നത്. അതിലെ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആരെയാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ. ഏതാണ് വീക്കസ്റ്റ് ഫോഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അതിൻ്റെ സ്ട്രെങ്ത് വളരെ കുറവാണ് സ്ട്രെങ്ത് ഇതിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്. അപ്പോൾ ദിസ് ഫോഴ്സ് എക്സിസ്റ്റ് ബിറ്റ്വീൻ എനി ടു ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ്. എടാ മക്കളെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ 9 ഇങ്ങനെ ആയിരിക്കും പഠിച്ചത്. 2 ബോഡീസ് വരച്ച് ആ 2 ബോഡീസിന് നിങ്ങൾ മാസ് വെച്ചിട്ടുണ്ടായിരുന്നു, ക്യാപിറ്റൽ എം സ്മോൾ എം. അതായത് ഇത് എർത്തായിരുന്നു, ഇത് മറ്റൊരു ബോഡി. എർത്തിൻ്റെ മാസ് ക്യാപിറ്റൽ എം, മറ്റൊരു ബോഡിയുടെ സ്മോൾ എം. ഇവരുടെ സെൻറ്റേഴ്സ് സെപ്പറേറ്റ് ചെയ്തേക്കുന്ന ഡിസ്റ്റൻസ് എത്രയായിട്ടാണ് നിങ്ങൾ എടുത്തത്? 6 ആയിട്ടായിരിക്കും എടുത്തത്. എങ്കിൽ അവിടെ വെച്ച് നിങ്ങൾ പറഞ്ഞ് ആരാ ഇത് കണ്ടുപിടിച്ച ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? ന്യൂട്ടൺ ആണല്ലോ. അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ 9th നിങ്ങൾ പഠിക്കുന്നത്. അന്ന് ഈ പറഞ്ഞ ന്യൂട്ടൺ അപ്പച്ചൻ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്നത് എന്താ? അതായത് ഈ 2 ബോഡീസിൻ്റെ ഇടയ്ക്ക് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്? ഫോഴ്സ്. അത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ് ഈ 2 ബോഡിയുടെ മാസുകളുടെ പ്രോഡക്റ്റിന്. അതായത് ഈ 2 ബോഡിയുടെ ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, അത് ഏത് ഫോഴ്സാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. എങ്കിൽ ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ 2 ബോഡീസിൻ്റെയും മാസസിൻ്റെ പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്, അല്ലെ ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി ആണ് കാണിക്കുന്നത്. അതായിരുന്നു ഒന്നാമത്തെ കേസ് നിങ്ങൾ പഠിച്ചത്. രണ്ടാമത് ന്യൂട്ടൺ അപ്പച്ചൻ പറഞ്ഞത് ഇതേ ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അതായത് ഈ ഒരു ഫസ്റ്റ് പോയിന്റിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രോഡക്റ്റ് ഓഫ് മാസ് എത്ര കൂടുന്നോ അത്രയും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടുമെന്നല്ലേ? അതല്ലേ ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റിയുടെ അർത്ഥം, ഡയറക്ട്ലി റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് മാസ് കൂടിയാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സും കൂടും. ഈ 2 ബോഡിയുടെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വന്നാൽ ഫോഴ്സ് കൂടും, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. കാരണം ഏത് റിലേഷനാണ്? ഇൻവേഴ്സ് റിലേഷനാണ്. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് കുറയുമ്പോൾ മറ്റേത് കൂടണം, അല്ലെ മറ്റേത് കുറയുമ്പോൾ ഒരെണ്ണം കൂടണം, അതല്ലേ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. എങ്കിൽ ഈ 2 ഇക്വേഷൻസിനെയും കമ്പൈൻ ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും പഠിച്ചത്: m/r². ഡയറക്റ്റ് പ്രൊപ്പോർഷണാലിറ്റി സൈൻ എവിടെ കണ്ടാലും അടുത്ത സ്റ്റെപ്പിൽ മാറ്റി ഇക്വാളിറ്റി സൈൻ കൊടുക്കുക, ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, m/r². ഓർമ്മയുണ്ടോ ഈ ഇക്വേഷൻ? ഇതെവിടെ പഠിക്കുന്നത്? 9th പഠിക്കുന്നതാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്ത് പഠിച്ചു വെക്കുന്നത്? F = gmm/r². അവിടെ g എന്താ? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. നമ്മൾ പഠിച്ചോളൂ, ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്റർ പഠിക്കുമല്ലോ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ g എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. m മാസസ് ഓഫ് ദ ബോഡി, അല്ലേ? r ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ബോഡീസ്. f എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. പിന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് യൂണിവേഴ്സിലുള്ള ഏത് 2 ബോഡിയുടെ ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതായത് സണ്ണും എർത്തും തമ്മിലില്ലേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ഉണ്ട്. അവരുടെ ഇടയ്ക്കും ഉണ്ട് എന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. സൺ എർത്തിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ അട്രാക്ഷനാണ് എർത്തിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് സണ്ണിൻ്റെ ചുറ്റും. അത് നിങ്ങൾ പഠിച്ചോളൂ, സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണെന്ന് പറയും. എന്താണ് ലോങ് റേഞ്ച് ഫോഴ്സ്? എന്താ ലോങ് റേഞ്ച് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നൊരു വിഷയമേ അല്ല. എത്ര ഡിസ്റ്റൻസിലിരിക്കുന്ന 2 ബോഡി ആണെങ്കിലും പ്രശ്നമല്ല, അവരുടെ ഇടയ്ക്ക് എന്ത് എക്സിസ്റ്റ് ചെയ്യും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അതൊരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്, വീക്കസ്റ്റ് ഫോഴ്സ് ആണ്. അതുപോലെ ദിസ് ഫോഴ്സ് എക്സിസ്റ്റ് ബിറ്റ്വീൻ 2 ബോഡീസ് ഇൻ ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിലുള്ള ഏതൊരു 2 ബോഡിയുടെയും ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ക്ലിയർ ആണോ മക്കളെ പറഞ്ഞത്? ഒന്ന് പോസ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതാ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനകത്ത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ്സ്. ഓക്കെ ആണല്ലോ? ഒരു 3-4 പോയിന്റ്സ് പറഞ്ഞ് ആ 4 പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണോ? എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഫോഴ്സിലേക്ക് പോകാം. പ്രശ്നമൊന്നുമില്ലല്ലോ? ശരി. അപ്പം അടുത്ത ഫോഴ്സ്, അപ്പം ഇതാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അല്ലേ? ഒന്നാമത്തെ ഫണ്ടമെന്റൽ ഫോഴ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഫണ്ടമെന്റൽ ഫോഴ്സ് ഏതാണ് നമുക്ക് പഠിക്കാനുള്ളത്? രണ്ടാമത്തെ ഫണ്ടമെന്റൽ ഫോഴ്സ് നമുക്ക് പഠിക്കാനുള്ളത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്.
weak nuclear force. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ന്യൂക്ലിയസിനകത്താണ്. ന്യൂക്ലിയസിനകത്ത് ചില ഫിനോമിന കാണിക്കും. നിങ്ങൾ കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകുമ്പോൾ പഠിക്കും. ആൽഫ ഡി കെ, ബീറ്റ ഡി കെ, ഗാമ ഡി കെ, അങ്ങനെ കുറേ ഡി കെ പഠിക്കും. അതായത് റേഡിയോ ആക്റ്റീവ് ഡി കെ ഒക്കെ പഠിക്കും. അതായത് ചില ന്യൂക്ലിയസുകൾ സ്റ്റേബിൾ ആയിരിക്കത്തില്ല, യുറേനിയം പോലുള്ള സാധനം. അപ്പോൾ അവരൊക്കെ ഡി കെ ചെയ്യും. ഡി കെ ചെയ്യുമ്പോൾ ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യും, ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യും എന്നൊക്കെ നിങ്ങൾ അവിടെ പഠിക്കും. 12th വരുമ്പോൾ പഠിക്കും. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് നമ്മൾ പറയുന്നത്. ന്യൂക്ലിയസിനകത്ത് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നൊരു ഫോഴ്സാണ്, പക്ഷെ വളരെ വീക്കാണ്. ആ വാക്യത്തിന് നടക്കുന്നുണ്ടല്ലോ, എന്താ വീക്കാണ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇത് ശരിക്കും കാണപ്പെടുന്നത് എവിടെയാണെന്ന് പറഞ്ഞത്? ന്യൂക്ലിയസിനകത്താണ്. എവിടെയാണ്? ന്യൂക്ലിയസിനാണ്. ഇൻസൈഡ് ന്യൂക്ലിയസ് വെൻ റേഡിയോ ആക്റ്റീവ് ഡീകേ. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റുകളുണ്ട് ഒരുപാട്. അതിലൊന്നാണ് ഞാൻ പറഞ്ഞ യുറേനിയത്തിന്റെ ഐസോട്ടോപ്പ് ഉണ്ട്, യുറേനിയം. അതൊക്കെ റേഡിയോ ആക്റ്റീവ് ആണ്. അപ്പോൾ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഡീകേ ഓഫ് ന്യൂക്ലിയസ് when they show radioactive decay, ആ സമയത്താണ് നമ്മൾ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ കുറിച്ച് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇത് പക്ഷേ നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആണ്. മനസ്സിലായി? ഏറ്റവും വീക്കസ്റ്റ് ഏതാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ സ്ട്രോങ് ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അത് കാണപ്പെടുന്ന എവിടെയാണ്? ന്യൂക്ലിയസിനകത്ത് ചില ന്യൂക്ലിയർ ഫിനോമിനയോട് അസോസിയേറ്റഡ് ആയിട്ടാണ് ഏത് ഫോഴ്സ് കാണപ്പെടുന്നത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് കാണപ്പെടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. ഷോർട്ട് റേഞ്ച് ഉള്ളത്, അതായത് വലിയൊരു റേഞ്ച് ഒന്നുമില്ല, അത് വലിയൊരു ഡിസ്റ്റൻസ് വരെ പോകത്തില്ല. കാരണം ന്യൂക്ലിയസിനോട് ഒതുങ്ങിക്കൂടി നിൽക്കുമല്ലേ. ന്യൂക്ലിയസിന്റെ സൈസ് ഒക്കെ ആയിരിക്കും വളരെ ചെറുതാണ്. നിങ്ങൾ പഠിച്ചിട്ടില്ലേ ആറ്റം തന്നെ എത്ര ചെറുതാണെന്ന് അറിയാം. അപ്പോൾ ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് എത്ര ചെറുതായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ ന്യൂക്ലിയസിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫോഴ്സ് ആണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് തന്നെ പറയാവുന്നതേ ഉള്ളൂ ഇതൊരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങനെയായിരുന്നു? ലോങ് റേഞ്ച് ഫോഴ്സ് ആയിരുന്നു. കാരണം സണ്ണും എർത്തിന്റെ ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ലോങ് റേഞ്ച് ആണ്. എങ്കിൽ ഇതൊരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. ന്യൂക്ലിയർ ഫിനോമിനയോട് അസോസിയേറ്റഡ് ആയിട്ട് നമ്മൾ പറയുന്ന ഒന്നാണ് ഏത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. മതി, 2 പോയിന്റ് മതി, ഒത്തിരി ഒന്നും വേണ്ട. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? എങ്കിൽ അടുത്ത് നോക്കാം. അടുത്ത പഠിക്കാനുള്ള ഫോഴ്സ് ഏതാ? മൂന്നാമത്തെ ഫോഴ്സ്. മൂന്നാമത്തെ ഫോഴ്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ ഇതിനകത്ത് ഇലക്ട്രോ എന്താ മക്കളെ? ഇലക്ട്രോയിൽ എന്തോ മനസ്സിലാവുന്നത്? ഇലക്ട്രോ ശരിക്കും പറഞ്ഞാൽ ചാർജിന് വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു വാക്കാണ് ഫിസിക്സിൽ. ചാർജസിന് വേണ്ടി എന്താ? ഇലക്ട്രോ. മാഗ്നറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡാണ് ഉദ്ദേശിക്കുന്നത്. എന്താ? മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ആ ചാർജസ് നമുക്കുള്ള ക്ലൂ ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ തന്നെ മനസ്സിലായി കാണും ചാർജസിന്റെ ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സിന്റെ പേരാണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. എന്താ പറഞ്ഞേ? ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഇല്ലേ, ചാർജസ്, ഇലക്ട്രിക് ചാർജസ്. ഇലക്ട്രിക് ചാർജസിന്റെ ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. കാരണം ഒരു ഇലക്ട്രിക് ചാർജ് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ അത് അതിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും, അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകും. അപ്പം അതുകൊണ്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പേര് വന്നത്. കാരണം ഒരു ചാർജ് പാർട്ടിക്കിളിന്റെ ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് എന്തായാലും ഉണ്ട്. അത് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ അതിന്റെ ചുറ്റും എന്തുകൊണ്ടുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ചാർജ് പാർട്ടിക്കിൾ എന്തുണ്ടാവും? ഫോഴ്സ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് എ ഫോഴ്സ് വിച്ച് എക്സിസ്റ്റ് ബിറ്റ്വീൻ ആരുടെയൊക്കെയാണ്? ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. അല്ലെ പറയാൻ ബിറ്റ്വീൻ ചാർജസ്. ചാർജസിന്റെ ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇതൊരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. എന്താണ്? ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രാവിറ്റേഷൻ ഫോഴ്സിനകത്ത് പറഞ്ഞില്ലേ ഡിസ്റ്റൻസ് അവിടെ ഒരു പ്രശ്നമല്ലെന്ന്, അതേപോലെ ലോങ് റേഞ്ച് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്. മക്കളെ ഒരു കാര്യമാണ് നിങ്ങൾ ആഡ് ചെയ്തേക്കണേ. നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറഞ്ഞില്ലായിരുന്നു? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ അവിടെ ആഡ് ചെയ്യേണ്ട മറ്റൊരു പോയിന്റ് ഉണ്ട്. ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി മീഡിയം. ഒരു മീഡിയത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അവിടെ ഒരു മീഡിയം ഉണ്ടോ ഇല്ലേ എന്നുള്ള ഒരു പ്രശ്നമേ അല്ല. മനസ്സിലായോ? സണ്ണും എർത്തിന്റെ ഇടയ്ക്ക് ഒരു എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഈ ഫോഴ്സ്. സണ്ണിന്റെ എർത്തിന്റെ ഇടയ്ക്ക് എന്തോ വലിയ മീഡിയങ്ങൾ വല്ലതും ഉണ്ടോ? ഇല്ല. എം ടി സ്പേസ്, വാക്യൂം, അതൊക്കെ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് സംസാരിക്കുന്നതാണ്. അപ്പം മീഡിയം ഒരു പ്രശ്നമല്ല. എയർ ഉണ്ടോ അല്ലെ ഈ പറഞ്ഞിട്ട് വാക്യൂം ആണോ എന്തുവാണോ നമുക്ക് പ്രശ്നമില്ല. മീഡിയം ഉണ്ടെങ്കിലും ഇല്ലേലും ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. മറക്കരുത്, ഓർത്ത് വെച്ചോളൂ. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ഡസ് നോട്ട് റിക്വയർ എനി മീഡിയം.
എന്നുള്ളത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനകത്തോട്ട് ആഡ് ചെയ്തേക്കും. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനകത്ത് ഓർത്ത് വെക്കേണ്ട പോയിന്റ്, ഫോഴ്സ് വിച്ച് എക്സിസ്റ്റ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ചാർജ്ഡ് പാർട്ടിക്കിൾസിന് ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. അതൊരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. എന്താണ്? ഒരു ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. ഇവിടെയും ശരിക്കും പറഞ്ഞാൽ ഡസ് നോട്ട് റിക്വയർ എനി മീഡിയം. ഒരു മീഡിയത്തിൻ്റെയും പ്രസൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ആരെ ബാധിക്കത്തില്ല? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ ബാധിക്കത്തില്ല. അപ്പം 3 ഫോഴ്സസ് പഠിച്ച്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. പിന്നെ എന്ത് നിങ്ങൾക്ക് എഴുതാം? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് സ്ട്രോങ്ങർ ദാൻ ആരേക്കാൾ? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ശരിയല്ലേ മക്കളെ? അന്നല്ലോ ഏറ്റവും വീക്കസ്റ്റ് ഏതാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അത് കഴിഞ്ഞാലോ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അത് കഴിഞ്ഞാലോ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് സ്ട്രോങ്ങർ ആണ് ബാക്കിയുള്ള 2 ഫോഴ്സസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇത്രയും പോയിന്റ്സ് നമുക്ക് മതി ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിനെ കുറിച്ച് പഠിക്കാനായിട്ട്. ക്ലിയർ ആണല്ലോ? ചാർജുകളുടെ ഇടയ്ക്ക് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേര് എന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. പോസ് ചെയ്യുക, നോട്ട് ചെയ്യുക. എങ്കിൽ ലാസ്റ്റ് ഒരു ഫോഴ്സ് കൂടെ അല്ലേ നമുക്ക് പഠിക്കാനുള്ളൂ? ലാസ്റ്റ് ഫോഴ്സ് അപ്പൊ പറഞ്ഞോ, ലാസ്റ്റ് ഫോഴ്സ് ഏതാ എന്ന് പറഞ്ഞേ? ലാസ്റ്റ് ഫോഴ്സ് അത് തന്നെ. ഏതാ ലാസ്റ്റ് ഫോഴ്സ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. മക്കൾ, ഇതാണ് സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്. നിങ്ങളുടെ എക്സാമിന് എന്തായാലും ചോദിക്കും, വിച്ച് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ദാറ്റ് എക്സിസ്റ്റ് ഇൻ ദ നേച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഉത്തരം പറയും? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് തന്നെ ഉത്തരം പറയും. വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ ചോദിച്ചാലോ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് ഉത്തരം പറയും. അങ്ങനെയെങ്കിൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. എടാ മക്കളെ, നിങ്ങൾക്ക് അറിയായിരിക്കും ഓർബിറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? ആറ്റം അറിയാമല്ലോ. ആറ്റത്തിന്റെ സെന്ററിലാണ് മാസ് മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ സെന്റർ അതിനെ ഒരു പേരും വിളിച്ചു കാണും. ആര് വിളിച്ചു കാണും? റൂദർഫോർഡ് അപ്പച്ചൻ. എന്ത് വിളിച്ചത്? ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. എന്ത് വിളിച്ചു? ന്യൂക്ലിയസ്. ശരിയല്ലേ? ന്യൂക്ലിയസിന് ചുറ്റും എന്തുണ്ടെന്ന് പറഞ്ഞു? ഓർബിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഓർബിറ്റിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ശരിയാണ്. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയാ കാണുന്നതെന്നാണ് പറഞ്ഞത്? ന്യൂക്ലിയസിനകത്ത് കാണുന്ന ആരൊക്കെയാ കാണുന്നത്? പ്രോട്ടോണും ഇലക്ട്രോണും ആണോ? അല്ല, പ്രോട്ടോണും ന്യൂട്രോണുമാണ് കാണപ്പെടുന്നത്. എവിടെ? ന്യൂക്ലിയസിനകത്ത്. എന്താ പ്രോട്ടോൺ? പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്, സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ന്യൂട്രോൺ എന്താ? പാർട്ടിക്കിൾസ് ഹാവിങ് നോ ചാർജ്. എന്താ? നോ ചാർജ്. ഇലക്ട്രോൺ ആ നെഗറ്റീവ് ചാർജ് ഉള്ളത്. പ്രോട്ടോണ് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണ് നോ ചാർജ്. അപ്പോൾ മക്കളെ, ന്യൂക്ലിയസിനകത്ത് ആരൊക്കെ കാണപ്പെടുന്നുണ്ട്? അപ്പോൾ ഒരു ന്യൂക്ലിയസ് എടുത്ത് ഞാൻ ഒന്ന് വരച്ചോട്ടെ. ഇതിനകത്ത് നിങ്ങൾക്ക് പ്രോട്ടോൺസിനെ കാണപ്പെടാം, അല്ലേലോ ന്യൂട്രോൺസിനെ കാണപ്പെടാം. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പ്രോട്ടോണിന്റെ ചാർജ് എന്താ പറഞ്ഞത്? പോസിറ്റീവ് ചാർജ് ആണെന്ന് പറഞ്ഞു. ന്യൂട്രോണ് നോ ചാർജ് ആണെന്ന് പറഞ്ഞു. മക്കളെ, 2 പോസിറ്റീവ് ചാർജ് തമ്മിൽ റിപ്പല് ചെയ്യുമോ അതോ അട്രാക്ട് ചെയ്യുമോ? നിങ്ങൾക്കറിയാവുന്ന യൂണിവേഴ്സിൽ എപ്പോഴും കാണുന്ന ലൈക്ക് ആയിട്ടുള്ള സാധനങ്ങൾ എന്തായാലും എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ശരിയല്ലേ പഠിക്കുന്നത്? ശരിയല്ലേ പറഞ്ഞാൽ? നിങ്ങൾ മാഗ്നറ്റിന്റെ കേസിൽ പഠിക്കുന്ന നോർത്ത് പോളും റിപ്പൽ ചെയ്യും. നോർത്ത് പോളും സൗത്ത് പോളും കൂടെ അട്രാക്ട് ചെയ്യും. അപ്പൊ അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ, ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ. പത്തി പഠിച്ചതാണ്. റീസെന്റ് സാധനം, നൊസ്റ്റാൾജിയ. ഇവിടെ പറയുന്നത് ചാർജുകളെ കുറിച്ചാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് 2 പ്രോട്ടോൺ എന്ന് പറഞ്ഞ ചാർജുകൾ തമ്മിൽ എന്ത് ചെയ്യണം? റിപ്പൽ ചെയ്യണം. ശരിയല്ലേ? അങ്ങനെ റിപ്പൽ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂക്ലിയസിനെ ബ്രേക്ക് ചെയ്ത് പോകണ്ടേ? പക്ഷെ ന്യൂക്ലിയസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതെന്താ ബ്രേക്ക് ചെയ്യാത്ത? പ്രോട്ടോണിനെ ബൈൻഡ് ചെയ്ത് നിർത്തിയേക്കുക, പിടിച്ചു വെച്ചേക്കുക, എങ്ങോട്ടും പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ആ പിടിച്ചു വെച്ചേക്കുന്ന ഏത് ഫോഴ്സിലൂടെയാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിലൂടെയാണ്. അല്ലെ പറയാം, പ്രോട്ടോൺ ന്യൂട്രോണിനെ എന്ത് ചെയ്ത് വെച്ചേക്കുക? ബൈൻഡ് ചെയ്ത് വെച്ചേക്കുക. പ്രോട്ടോണിനെ ബൈൻഡ് ചെയ്ത് വെച്ചേക്കുക, ന്യൂട്രോണിനെയും ബൈൻഡ് ചെയ്ത് വെച്ചേക്കുക. എന്താ അല്ലേ? അപ്പം ന്യൂക്ലിയസിനകത്തുള്ള പ്രോട്ടോൺസും ന്യൂട്രോൺസിന്റെയും ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണ് പറഞ്ഞത്? എന്താ വിളിക്കുന്നത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയോ, സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ അല്ലേ മക്കളെ?
സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ല. പിന്നെ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചറാ എങ്കിൽ ഇത് എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ആറ്റത്തിനകത്ത്, ന്യൂക്ലിയസിനകത്ത്, പ്രോട്ടോൺസും ന്യൂട്രോൺസിൻ്റെയും ഇടയ്ക്ക്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറൊരു കാര്യം ഓർത്ത് വെച്ചോണം, പ്രോട്ടോണിൻ്റെ ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ഇല്ലേ, ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോൺ, അതുപോലെ ഫോഴ്സ് ബിറ്റ്വീൻ ന്യൂട്രോൺ, ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ, ഇതെല്ലാം തന്നെ മക്കളെ ഈക്വൽ ആണ്. എന്താണ്? ഈക്വൽ ആണ്. മറന്നുപോയത്, എൻട്രൻസിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. മനസ്സിലായോ? അപ്പോൾ ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോൺ, ഫോഴ്സ് ബിറ്റ്വീൻ ന്യൂട്രോൺ, ഫോഴ്സ് ബിറ്റ്വീൻ പ്രോട്ടോൺ, ന്യൂട്രോൺ, അത് ഏത് ഫോഴ്സാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. അത് ഈക്വൽ ആണെന്ന് മാഗ്നിറ്റ്യൂഡിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ശരിക്കും ഇവിടെ പോസിറ്റീവ് ചാർജ് ആണെന്നുള്ളതൊരു വിഷയമേ അല്ല. ന്യൂട്രോൺ ചാർജ് ഒന്നും ഇല്ലല്ലോ, എന്നിട്ടും അവർ ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന അതേ ഫോഴ്സ് തന്നെ പ്രോട്ടോണിൻ്റെ ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്, അത് തന്നെയാണ് പ്രോട്ടോണിൻ്റെ ന്യൂട്രോണിൻ്റെ ഇടയ്ക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചാർജ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സാണ്. ഇവിടെ ചാർജിനെ ശരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഈ ഫോഴ്സ്. ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോഴ്സ് പ്രോട്ടോണിൻ്റെ ഇടയ്ക്കായിരിക്കണമായിരുന്നു. പക്ഷെ അവർ പറയുന്നു, ആര് പറയുന്നു? ഇത് കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന അപ്പച്ചൻ പറയുന്നു, പ്രോട്ടോണിൻ്റെ ഇടയ്ക്കുള്ള ഫോഴ്സും ന്യൂട്രോണിൻ്റെ ഇടയ്ക്കുള്ള ഫോഴ്സും ന്യൂട്രോണിൻ്റെ ഇടയ്ക്കുള്ള ഫോഴ്സ് ഈക്വൽ. അപ്പോൾ ഇവരെയൊക്കെ ബൈൻഡ് ചെയ്ത് വെച്ചേക്കുന്ന ന്യൂക്ലിയസിനകത്ത് ആരാ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അതുകൊണ്ടാണ് ന്യൂക്ലിയസ് ബ്രേക്ക് ചെയ്ത് പോകാത്തത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലൈക്കായിട്ടുള്ള ചാർജസ് വന്ന് റിപ്പൽ ചെയ്ത് ന്യൂക്ലിയസ് ബ്രേക്ക് ചെയ്ത് പോയാൽ പോകുന്നുണ്ടോ? ഇല്ല. ബിക്കോസ് അവിടെ ഒരു ബൈൻഡിങ് ഫോഴ്സ് വരുന്നുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള. അതിനെ വിളിക്കുന്ന പേരുണ്ട് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ എക്സിസ്റ്റ് between particles in the nucleus. ആരൊക്കെയാണ് മക്കളെ ആ പാർട്ടിക്കിൾസ് ന്യൂക്ലിയസിനകത്തുള്ളത്? ആരൊക്കെയാണ്? പ്രോട്ടോണും ന്യൂട്രോണും അല്ലെ ന്യൂട്രോണും. ഇത്രയും ചാൻസസ് അല്ലേ ഉള്ളൂ അല്ലേ? കാരണം ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടല്ലോ. അപ്പോൾ പ്രോട്ടോണിൻ്റെ ഇടയ്ക്ക്, അല്ലെ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെ ഇടയ്ക്ക്, അല്ലെ ന്യൂട്രോണിൻ്റെ ഇടയ്ക്ക്. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണ്. ഇനി ഇതെന്ന് പറയുന്ന ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആയിരിക്കുമല്ലോ. കാരണം നിങ്ങൾക്കറിയാം അത്രയേ ഉള്ളൂ എന്ത് ന്യൂക്ലിയസ് ഒന്ന്, അല്ലേ? ന്യൂക്ലിയസ് വളരെ ചെറുതാണ്, 10⁻⁵ ആ ഒരു പവറിലേക്ക് പോകും. ഒരു ഫെർമി, ഫെംറ്റോ അത്രയൊക്കെ ഉള്ളൂ, വളരെ ചെറിയതാണ്. അപ്പോൾ അതിനകത്താണ് ഈ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അത് വളരെ ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. മറ്റേതെല്ലാം ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്, ഇൻഫിനിറ്റിയാണ് പറയുന്നത് നമ്മുടെ റേഞ്ച്. ഇവിടെ നമ്മൾ പറയുന്നത് വളരെ ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള ഫോഴ്സ് ആണ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താ? ദിസ് ഫോഴ്സ് ഈസ് ചാർജ് ഇൻഡിപെൻഡൻറ്റ്. ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഈ ഫോഴ്സ്, ശരിയല്ലേ? അപ്പോൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ചാർജുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എത്ര ചാർജ് ഉണ്ടെന്നുള്ളത് അവനൊരു വിഷയമേ അല്ല. അവൻ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സാണ് സ്ട്രെങ്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. ഇപ്പോൾ ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? അങ്ങനെ 4 ഫണ്ടമെൻ്റൽ ഫോഴ്സസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ആകെ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളൊരു ടോപ്പിക് എന്ന് പറയാനായിട്ട്. പിന്നെ ഉള്ളൊരു ചെറിയ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണം. നമ്മൾ പറഞ്ഞല്ലോ ഫിസിക്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫിനോമിന, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ലോ ഉണ്ടല്ലോ, ലോസ്. ശരിക്കും പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ലോ ആണ് നിങ്ങൾ പഠിച്ചത്. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞത് ഗ്രാവിറ്റേഷൻ ലോ ആണ്. ആ ലോയ്ക്കകത്തുനിന്ന് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എഫ് കിട്ടിയത്, ശരിയല്ലേ? അപ്പോൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, അത് യൂണിവേഴ്സിൽ എല്ലാ 2 ബോഡി ഒബേ ചെയ്യുന്ന ഒരു ലോയാണ്. അപ്പം അങ്ങനെ കുറേ ലോസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കൺസർവേഷൻ ലോ ആണ് ഇവിടെ പറയുന്ന 4 ലോസ്. നമ്മുടെ NCERT എടുത്ത് നോക്കി കഴിഞ്ഞാൽ 4 കൺസർവേഷൻ ലോ പഠിച്ചു വെക്കാൻ പറയുന്നുണ്ട്. അതിലൊന്ന് ഞാൻ പറഞ്ഞുതരാം അതൊക്കെയാണ്. ഒന്ന് ഞാൻ നോട്ട് ചെയ്ത് തന്നേക്കാം നിങ്ങൾക്ക്. ഒന്നാമത്തെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. രണ്ടാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എന്താണ് മക്കളെ? എനർജി. പിന്നെയോ മൂന്നാമത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. എന്താണ് മക്കളെ? മൊമെൻറ്റം. അതുപോലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. എന്താണ്? ആംഗുലാർ മൊമെൻറ്റം. അങ്ങനെ 4 ലോസ് നമുക്ക് ഓർത്ത് വെക്കേണ്ടത്. ഈ 4 ലോസാണ് ചാപ്റ്റർ പറയുന്നത്. ഏതൊക്കെയാ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. എന്തായിരിക്കും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? നിങ്ങൾ പഠിച്ചതല്ലേ പണ്ടെപ്പോഴോ? മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ്, മാസ് ക്യാൻ നൈദർ ബി ഡെസ്ട്രോയിഡ്. മാസിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല, ഡെസ്ട്രോയ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇതേപോലെയാണ് നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ യൂണിവേഴ്സിലുള്ള ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണ്. ഒരിക്കലും പുത്തനായിട്ടുള്ള എനർജി നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. എത്ര എനർജി ഇവിടെ ഉണ്ടോ അത്രയും എനർജി എന്നും കാണത്തുള്ളൂ. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്.
ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനേ പറ്റത്തുള്ളൂ. ക്യാൻഡിൽ കത്തിക്കുന്നു. ക്യാൻഡിൽ ഏത് എനർജിയാണ്? കെമിക്കൽ എനർജി. ക്യാൻഡിൽ കത്തിക്കുമ്പോഴോ ക്യാൻഡിൽ അടുത്തോട്ട് കൈ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെടും, ഹീറ്റ് എനർജി. അതുപോലെ തന്നെ വെട്ടവും കിട്ടുന്നില്ലേ? ഇരുട്ടത്താണല്ലോ ക്യാൻഡിൽ കത്തിക്കുന്നത്. നല്ല വെളിച്ചമുള്ളപ്പോൾ ക്യാൻഡിൽ കത്തിച്ച് വെക്കാറില്ല. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ലൈറ്റ് എനർജിയും കിട്ടുന്നുണ്ട്. അപ്പം കെമിക്കൽ എനർജി ആയ വാക്സ് എന്തൊക്കെയായി മാറുക? ലൈറ്റും ഹീറ്റും തരുന്നു നിങ്ങൾക്ക്, ശരിയല്ലേ? അപ്പോൾ അതാണ് കാര്യം. എനർജിയെ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാതെ എനർജി നശിപ്പിക്കാനോ പുത്തനായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റത്തില്ല. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം നിങ്ങൾ എവിടെ പഠിക്കുമെന്ന് അറിയോ? ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ പഠിക്കും. 5ാമത്തെ ചാപ്റ്ററായ ലോസ് ഓഫ് മോഷൻ. പിന്നെ പഠിക്കുന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. നിങ്ങൾ മൊമെൻറ്റം കേട്ടിട്ടുണ്ടോ പിള്ളേരെ? കേട്ടിട്ടുണ്ടല്ലോ. അതായത് ഒരു m മാസമുള്ള ബോഡി ഒരു v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമെന്ന് വിചാരിച്ചു. ഒരു m മാസമുള്ള ബോഡി v വെലോസിറ്റിയിൽ മൂവ് ചെയ്യുവാണെങ്കിൽ പിള്ളേരെ മൊമെൻറ്റം എത്ര ആയിരിക്കും? നമ്മൾ യൂസ് ചെയ്ത ലെറ്റർ p ആയിരിക്കും. 9ാം ക്ലാസ്സിൽ പഠിച്ചാൽ നിങ്ങൾ എന്തുവായിരുന്നു? പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. ഇതായിരുന്നു മൊമെൻറ്റം. ഓർമ്മയുണ്ടോ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ യൂണിറ്റ് വരും. പണ്ട് പഠിച്ചാൽ നിങ്ങൾ. അപ്പോൾ അതായിരുന്നു മൊമെൻറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം മൊമെൻറ്റവും ഒരു സിസ്റ്റത്തിൻ്റെ കൺസേർവ്ഡ് ആണ്. നമ്മളവിടെ പഠിക്കും, ലോസ് ഓഫ് മോഷനിൽ പഠിക്കും. മൊമെൻറ്റം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നശിപ്പിക്കാൻ പറ്റത്തില്ല. അത് കൺസേർവ്ഡ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ്. പിന്നെ വരുന്നത് ആംഗുലാർ മൊമെൻറ്റം. അത് ശരിക്കും പറഞ്ഞാൽ മൊമെൻറ്റം പോലുള്ള മറ്റൊരു ക്വാണ്ടിറ്റിയാണ്. പക്ഷേ സർക്കുലാർ മോഷനിലാണ് നമ്മൾ ആംഗുലാർ മൊമെൻറ്റം പറയുന്നത്. അതിവിടെ നിങ്ങൾ ഓർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം നമ്മുടെ 7ാമത്തെ ചാപ്റ്ററായ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷൻ അവിടെ പഠിക്കും. ഏതാ? സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷൻ. അവിടെ നമ്മൾ എന്ത് പഠിക്കും? ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം പഠിക്കും. അതായത് ആംഗുലാർ മൊമെൻറ്റവും കൺസേർവ്ഡ് ആണെന്ന് പഠിക്കും. പക്ഷേ അതിന് മുമ്പ് ആംഗുലാർ മൊമെൻറ്റം എന്തുവാണെന്ന് അറിയണ്ടേ? അത് ഇവിടെ അല്ല പഠിക്കുന്നത്. അതെവിടാ പഠിക്കുന്നത്? ഈ ടെക്സ്റ്റിലെ ലാസ്റ്റ് പോർഷൻ എത്തുമ്പോൾ നമ്മളത് പഠിക്കും. അപ്പോൾ 4 ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നിങ്ങൾ പഠിച്ചു വെക്കണം, പഠിക്കേണ്ടതായിട്ട് വരും ഫിസിക്സിൽ. ഏതൊക്കെയാണ്? കൺസർവേഷൻ ഓഫ് മാസ്, കൺസർവേഷൻ ഓഫ് എനർജി, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ഈ 4 ലോ സ്റ്റേറ്റ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല NCERT-ൽ. ജസ്റ്റ് ഇത് 4 ഉണ്ടെന്ന് ഓർത്ത് വെക്കാനേ പറഞ്ഞത്. അപ്പോൾ ഈ മൊമെൻറ്റം, ആംഗുലാർ മൊമെൻറ്റം, ഈ 2 സാധനം ഞാൻ പഠിപ്പിച്ചു തരും. മുമ്പിലോട്ട് പോകും. അതവിടെ നിൽക്കട്ടെ. ഇന്ന് ചെയ്യേണ്ടത് ആ 4 ഫോഴ്സുകൾ ഏതൊക്കെയാണോ? 4 ഫോഴ്സസ് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ഫോഴ്സസ് ഏതൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് ലാസ്റ്റ് വൺ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഈ 4 ഫോഴ്സസിനെ കുറിച്ചും കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. നമ്മൾ പറഞ്ഞ മൈന്യൂട്ട് പോയിന്റ്സ് ഇല്ലേ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി. പിന്നെ വേറൊരു കാര്യം ഓർത്ത് വെക്കുക, എക്സാംസിനൊക്കെ കമ്പയർ ചെയ്യാനായിട്ട് വരുവേ ഏത് ഫോഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഓർഡർ തരാം, ഒരു ക്വസ്റ്റ്യൻ തരാം. ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. എത്ര പേർക്ക് ചെയ്യാൻ പറ്റും നോക്കാം. ഞാൻ നിങ്ങൾക്ക് ഒരു എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ തരാം. എത്ര പേർക്ക് ചെയ്യാൻ പറ്റും നോക്കാം. ഞാനൊരു 4 ഓപ്ഷൻ ഇടാവേ. ഇതിലേതാ ശരിയെന്ന് നിങ്ങൾ പറയണം. ഓക്കെ ആണോ? ഒന്നാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഗ്രേറ്റർ ദാൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഈക്വൽ ടു വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതൊരു ഓപ്ഷനാണ് അല്ലേ? നോക്കിയേ, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഗ്രേറ്റർ ദാൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഗ്രേറ്റർ ദാൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇതാണ് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ. ഓക്കെ ആണോ? മൂന്നാമത്തെ ഓപ്ഷൻ ഇതേ കാര്യങ്ങളാണ്, സെയിം 4 ഓപ്ഷൻ. ഞാൻ ലെസ് ദാനും കൊടുക്കും. എന്താണ്? ലെസ് ദാൻ ആയിട്ടുള്ള ഓപ്ഷൻ. ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഗ്രേറ്റർ ദാൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഗ്രേറ്റർ ദാൻ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ഏതായിരിക്കും മക്കളെ ഓപ്ഷനകത്ത്? കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം അല്ലേ? ഏതാ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്? ഏതാ? നമ്മൾ ഗ്രേറ്റർ ദാനും ലെസ് ദാനും ഇട്ടേക്കുന്നത്. അതിനകത്ത് നോക്കി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്നാമത്തെ നോക്കി, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഗ്രേറ്റർ ദാൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്. പൊട്ടത്തറ്റ, ഒരിക്കലും ശരിയാകത്തില്ല. കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വീക്കസ്റ്റ് ഫോഴ്സാണ് നേച്ചറിൽ. രണ്ടാമത്തെ ഓപ്ഷനോ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഗ്രേറ്റർ ആണ് ആരേക്കാൾ? ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിനേക്കാൾ. ശരിയാ? അതെന്തിനേക്കാൾ വലുതാ? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ശരിയാ? അതെന്തിനേക്കാൾ വലുതാ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ശരി. അപ്പം നമ്മുടെ ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷനാണ്. ഇത് കിട്ടിയവർക്കെല്ലാം ശരിയാണ് കിട്ടിയേക്കുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനൊരു റിലേഷൻ പലയിടത്തും ഞാൻ ചോദിക്കുന്നതായിട്ടുണ്ട് ഈ ചാപ്റ്ററിൽ. ഇതേ ഉള്ളൂ നമുക്ക് ഇതിനകത്ത് പഠിക്കാനായിട്ട്. ഓക്കെ അല്ലേ മക്കളെ?
അപ്പോൾ ഇന്ന് തന്നെ ഇത് പഠിക്കുക. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതിനകത്തും പിന്നെ സ്ട്രെങ്ത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എൻട്രൻസിന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ സ്ട്രെങ്ത് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. സ്ട്രെങ്ത് അതിൻ്റെ വാല്യൂസ് ഞാൻ പറഞ്ഞുതരാം. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ലേ ഏറ്റവും വീക്കസ്റ്റ് എങ്കിൽ ഞാൻ അവന് കൊടുത്തേക്കുന്ന 1 എന്ന് പറയുന്ന വാല്യൂ ആണ്. സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ എന്ത് കൊടുത്തേക്കുന്ന 1. ഓർത്ത് വെച്ചോണം എത്ര 1. അങ്ങനെയെങ്കിൽ 10⁻32 അതാണ് ഞാൻ ആർക്ക് കൊടുത്തേക്കുന്നത് സ്ട്രെങ്ത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. പഠിച്ചു വെച്ചോണം. NCERT-ക്കകത്ത് പറഞ്ഞു. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ 10⁻36 പറയുന്നത്. എത്ര 10⁻36. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ 10⁻38. ഇതാണ് സ്ട്രെങ്ത് ഓഫ് ദ 4 ഫോഴ്സസ് അല്ലെങ്കിൽ 4 ഫണ്ടമെന്റൽ ഫോഴ്സസ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ സ്ട്രെങ്ത് 1 ആണെങ്കിൽ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനേക്കാൾ എത്ര സ്ട്രോങ്ങറാണ്? 10⁻32 ടൈംസ് സ്ട്രോങ്ങറാണ്. അങ്ങനെയെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സോ? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ 10⁻36 ടൈംസ് സ്ട്രോങ്ങറാണ്. ഞാൻ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഏതാ മക്കളെ? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് അല്ലേ? എനിക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എത്ര ടൈംസ് ഗ്രേറ്റർ ആണ്? 10⁻38. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര സ്ട്രോങ് ആണ്. 10⁻38 എന്ന് പറഞ്ഞാൽ 1 കഴിഞ്ഞാൽ 38 zeros അല്ലേ? ഒന്ന് ഇമാജിൻ ചെയ്താൽ എത്ര സ്ട്രോങ് ആണെന്നുള്ളത്. അപ്പോൾ ഈ വാല്യൂസും കൂടി ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. 10⁻38 ആണ് സ്ട്രെങ്ത്. 10⁻36 32 1. അപ്പോൾ 1 നമ്മൾ കൊടുക്കുക ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്. പിന്നെ 10⁻32 32 കൂടെ 4 കൂടെ കൂട്ടുമ്പോൾ 36 കിട്ടും. അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുമ്പോൾ 38. അപ്പോൾ 32 36 30 എല്ലാം 10ന്റെ പവർ ആയിട്ട് വേണം പറയാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ വേൾഡ് അത്യാവശ്യം ഓക്കെ. എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക, മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഓക്കെ.